പി.കെ. ഫിറോസ് എന്ന കള്ളക്കച്ചവടക്കാരൻ്റെ അടിവേര് മാന്താൻ ഉറച്ച് കെ.ടി. ജലീൽ. വിജിലൻസിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തതിന് പിന്നാലെ പരിഹാസവുമായി എത്തിയ പി.കെ. ഫിറോസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ കൂടി കെ.ടി. ജലീൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ജലീലിൻ്റെ യഥാർത്ഥ യുദ്ധം കൊട്ട ഫിറോസ് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശമായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതും വിദേശത്ത് കള്ളപ്പണം കടത്തിക്കൊണ്ടുപോയി ആരംഭിച്ച കമ്പനിയിലെ നിക്ഷേപമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതിൽ കെ.ടി. ജലീൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്: യഥാർത്ഥ യുദ്ധം ബ്ലൂഫിൻ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 22 ലക്ഷം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയതായാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. ഈ പണം ബാങ്ക് മുഖേനയാണോ ഫിറോസ് വാങ്ങിയതെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനെ കള്ളപ്പണമായി കരുതേണ്ടി വരും. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് കൊടുക്കാനുള്ള 1 ലക്ഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ 2011 സ്ഥലം വാങ്ങാൻ ഫിറോസിന് കൊടുത്ത ലക്ഷങ്ങൾക്ക് പുറമേയാണോ? വ്യക്തമാക്കേണ്ടത് ഫിറോസും ഹരീഷ് വാസുദേവനുമാണ്. അതല്ല, ഫിറോസിൻ്റെ നിക്ഷേപമില്ലാത്ത സംരംഭത്തിലേക്ക് ഓഹരിയിട്ടാണോ ഹരീഷ് തുക കൊടുത്തത്?